പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ പുതിയൊരു വിഷയമാണ്. നമുക്ക് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാനും തസ്തികകളിലേക്ക് കൂടി അപേക്ഷ ക്ഷണിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഈ സൈറ്റിൽ 28/2/2022 വിജ്ഞാപന പ്രകാരം കാറ്റഗറി നമ്പർ 1/2022 മുതൽ 44/2022 വരെയുള്ള 44 തസ്തികകളിലേക്കാണ് പുതുതായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അവസാന തീയതി 30/3/2022 നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നോക്കാം. ഏതൊക്കെ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് യോഗ്യതകൾ, എന്നീ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മളിപ്പോൾ കാണുന്നത് 28/2/2022 ഗസറ്റ് വിജ്ഞാപന പ്രകാരം 1/2022 മുതൽ 44/2022 വരെയുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്ന പോസ്റ്റുകളാണ് ഇവിടെ കാണുന്നത്. അവസാന തീയതി നമ്മൾ പറഞ്ഞു 30/3/2022. 2022 ആദ്യ ഗസറ്റ് വിജ്ഞാപനമാണിത്. അതുകൊണ്ടാണ് 1/2022 കാറ്റഗറി നമ്പർ തുടങ്ങുന്നത്. 1/2022 മുതൽ 44/2022 വരെയുള്ള 44 തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് തസ്തികകളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ് വേദാന്ത കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് 1/2022. 2/2022 നോക്കുക. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സാൻസ്ക്രിറ്റ് ന്യായ കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. മൂന്നാമത്തത് സയന്റിഫിക് അസിസ്റ്റന്റ് ബയോകെമിസ്ട്രി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. നാലാമത്തത് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരള. അഞ്ചാമത്തത് നോക്കുക അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ബൈ ട്രാൻസ്ഫർ നിയമനമാണ്. കാറ്റഗറി നമ്പർ 5/2022. 6/2022 ജൂനിയർ ഇൻസ്ട്രക്ടർ അരിത്തമെറ്റിക് കം ഡ്രോയിങ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 7/2022 പ്രകാരം ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. അടുത്തതും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ് 8/2022 കാറ്റഗറി നമ്പർ പ്രകാരം ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ. അടുത്തത് ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെന്റിൽ 9/2022 തസ്തിക നമ്പർ പ്രകാരമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 10/2022 തസ്തിക പ്രകാരം ജനറൽ മാനേജർ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലാണ് നിയമനം. അടുത്തത് 11/2022 കാറ്റഗറി നമ്പർ പ്രകാരം ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത തസ്തിക നോക്കാം. ഡെപ്യൂട്ടി മാനേജർ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലാണ് നിയമനം. കാറ്റഗറി നമ്പർ 9/2022. 10/2022 നോക്കാം. ജനറൽ മാനേജർ കേരള സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിലാണ് നിയമനം. അടുത്തത് കാറ്റഗറി നമ്പർ 11/2022 ജൂനിയർ ലാബ് അസിസ്റ്റന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സർവീസ് ആണ് ഡിപ്പാർട്ട്മെന്റ്. കാറ്റഗറി നമ്പർ 12/2022 കോൾക്കർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ആണ് ഡിപ്പാർട്ട്മെന്റ്. 13/2022 നോട്ടിഫിക്കേഷൻ പ്രകാരം ജൂനിയർ സൂപ്പർവൈസർ ക്യാൻറ്റീൻ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് TP യൂണിറ്റിലാണ്. 14/2022 ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് റെഫ്രിജറേഷൻ ആൻഡ് മെക്കാനിക് പാർട്ട് 1
GRL കാറ്റഗറി KMCC MF ലിമിറ്റഡിലാണ് നിയമനം. 15/2022 നോട്ടിഫിക്കേഷൻ പ്രകാരം ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ്, റെഫ്രിജറേഷൻ മെക്കാനിക് പാർട്ട് സെക്കൻഡ്, സൊസൈറ്റി കാറ്റഗറി KCMF തന്നെയാണ്. അടുത്തത് KCMF ലിമിറ്റഡിൽ 16/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ്, മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ ഡ്രൈവറാണ്. അടുത്തത് കാറ്റഗറി നമ്പർ 17/2022 അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് തസ്തിക. മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ പാർട്ട് സെക്കൻഡ്, സൊസൈറ്റി കാറ്റഗറിയാണ്. 18/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ്, ജനറൽ കാറ്റഗറി KSCF ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. അടുത്തത് 19/2022 കാറ്റഗറി നമ്പർ പ്രകാരം അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ്, ഫിഷർമാൻ ഡിപ്പെൻഡൻ്റ് ഓഫ് ഫിഷർമാൻ കാറ്റഗറിയിലേക്കാണ് നിയമനം. അടുത്തത് നോക്കുക, കാറ്റഗറി നമ്പർ 20/2022 ഡ്രൈവർ ഗ്രേഡ് സെക്കൻഡ് പാർട്ട് 3 KSCF ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. 21/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഫാക്ടറി മാനേജർ പാർട്ട് 1 ജനറൽ കാറ്റഗറി KCRMF ലിമിറ്റഡ് ആണ്. ഇൻ്റർമിക്സ് ഫാക്ടറിയിലാണ് നിയമനം. അടുത്തത് 22/2022 കാറ്റഗറി നമ്പർ പ്രകാരം കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസിയാണ്. 23/2022 കാറ്റഗറി നമ്പർ പ്രകാരം പേഴ്സണൽ സ്റ്റാഫ് 2 മാനേജിംഗ് ഡയറക്ടറാണ്. പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് നിയമനം. 24/2022 കാറ്റഗറി നമ്പർ പ്രകാരം ഡ്രൈവർ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലാണ് നിയമനം. 25/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഡ്രൈവർ പാർട്ട് സെക്കൻഡ് സൊസൈറ്റി കാറ്റഗറിയിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനിൽ തന്നെയാണ് നിയമനം. അടുത്തത് 26/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്, ക്ലർക്ക് ഗ്രേഡ് സെക്കൻഡ്, ഗ്രേഡ് ഫസ്റ്റ്, ടൈം കീപ്പർ ഗ്രേഡ് സെക്കൻഡ്, സീനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ്, ജൂനിയർ ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. പ്രധാനമായിട്ടും KSFE, KSEB മുതലായ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന അപേക്ഷയെ പറ്റിയുള്ള വിശദ വിവരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ കാണാം വരും. ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിരിക്കുന്ന ഈ PDF ഷീറ്റ് ശ്രദ്ധിക്കുക. ഗസറ്റ് ഡേറ്റ് 28/2/2022 ആണെന്ന് പറയുകയുണ്ടായി. അവസാന തീയതി 30/3/2022. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കാറ്റഗറി നമ്പർ 26/2022 പറ്റിയുള്ള വിശദ വിവരങ്ങളാണ്. Applications are invited online only through one-time registration from qualified candidates or appointment in the under-mentioned post. ഏതാണ് പോസ്റ്റ് നോക്കുക, ഏതാണ് ആദ്യം കമ്പനി നോക്കാം. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡ് KSF, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB, കേരള മിനറൽസ് ആൻഡ് മെറ്റൽ ലിമിറ്റഡ് കെൽട്രോൺ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രസ്, കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ഡെവലപ്മെൻറ്റ് അതോറിറ്റീസ് ഇൻ കേരള, കെൽട്രോൺ കോംപ്ലക്സ് കണ്ണൂർ, കേരള വാട്ടർ അതോറിറ്റി, കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എന്നീ കമ്പനികളിലേക്കാണ് നിയമനം. നെയിം ഓഫ് പോസ്റ്റ് നോക്കുക. ഇത് കമ്പനിയും ഡിപ്പാർട്ട്മെൻറ്റും ബോർഡും ഒക്കെ അനുസരിച്ച് പോസ്റ്റിൻ്റെ പേര് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് ഡിഫറെൻ്റ് പോസ്റ്റ് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ, ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് സെക്കൻഡ്, ക്ലർക്ക് ഗ്രേഡ് ഫസ്റ്റ്, ടൈം കീപ്പർ ഗ്രേഡ് സെക്കൻഡ്, സീനിയർ അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ്, ജൂനിയർ ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. നമ്പർ ഓഫ് വേക്കൻസീസ് നോട്ട് എസ്റ്റിമേറ്റ് കണക്കാക്കപ്പെട്ടിട്ടില്ല. മറ്റുള്ള വിവരങ്ങൾ അപ്ലൈ ചെയ്യുന്ന മുമ്പ് വായിച്ച് മനസ്സിലാക്കുക, അപ്ലൈ ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിവരം, കാൻഡിഡേറ്റ്സ് ഷാൾ നോട്ട് ഹാവ് ദ റൈറ്റ് ടു ചൂസ് പെർട്ടിക്കുലർ കമ്പനി, കോർപ്പറേഷൻ, ബോർഡ് ഓർ സ്കെയിൽ ഓഫ് പേ. നമുക്ക് പ്രത്യേക കമ്പനിയിലേക്കോ കോർപ്പറേഷനിലേക്കോ അപ്ലൈ ചെയ്യാനുള്ള അർഹതയില്ല. ഇതിനെപ്പറ്റിയുള്ള നിയമനങ്ങൾ PSC നടത്തുന്നതാണ്. PSC നിയമിക്കുന്ന കമ്പനിയിലേക്കോ കോർപ്പറേഷനിലേക്കോ ബോർഡിലേക്കോ നിയമനം സ്വീകരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ എന്നുള്ളൊരു പ്രത്യേക അറിയിപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വായിച്ച് യോഗ്യതയും കഴിവും അർഹതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 26/2022 കാറ്റഗറിയെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്തത് 27/2022 കാറ്റഗറി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പാർട്ട് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിയമനം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ബൈ ട്രാൻസ്ഫർ നിയമനമാണ് അടുത്തത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തന്നെയാണ് പോസ്റ്റ്. 28 മുതൽ 30 വരെയുള്ള കാറ്റഗറിയിലേക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്തത് കാറ്റഗറി നമ്പർ 31/2022 പ്രകാരം അഗ്രികൾച്ചർ ഓഫീസർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ SC/ST പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിയമനം. ഇവിടുന്ന് താഴത്തേക്കുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതുപോലെ തന്നെ NCA നിയമനങ്ങളുമാണ്. നോക്കാം. 32/2022 അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഓൺലി. ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിയമനം. 33/2022 സീനിയർ സൂപ്രണ്ട് SC/ST വിഭാഗങ്ങൾക്കുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. കേരള പോലീസ് സർവീസിലാണ് നിയമനം. 34/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷിച്ചിരിക്കുന്നത് ജൂനിയർ റിസർച്ച് ഓഫീസർ ST വിഭാഗങ്ങൾക്കുള്ളതാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. 35/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷിച്ചിരിക്കുന്നു സെക്യൂരിറ്റി ഗാർഡ് എന്ന തസ്തികയിലേക്ക്. സർവീസ്മാൻ ഓഫ് ST വിഭാഗത്തിലുള്ള SC സർവീസ്മാനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണിത്. ടാർക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലാണ് നിയമനം. 36/2022 കാറ്റഗറി നമ്പർ പ്രകാരം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് NCA നിയമനമാണ്. OBCക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജനറൽ സർജറിയാണ് ഡിപ്പാർട്ട്മെൻറ്റ്. 37/2022 കാറ്റഗറി നമ്പർ പ്രകാരം മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഈഴവ ബില്ല തീയ വിഭാഗങ്ങൾക്കുള്ള NCA നിയമനമാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി എന്നതാണ് പോസ്റ്റിൻ്റെ പേര്. 38/2022 കാറ്റഗറി നമ്പർ പ്രകാരം അപേക്ഷിച്ചിരിക്കുന്ന തസ്തിക അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നെഫ്രോളജിയാണ്. മുസ്ലിംസിനുള്ള NCA നിയമനമാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. 39-40 തസ്തികകളിലേക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈഴവ ബില്ല തീയ OBC വിഭാഗങ്ങൾക്കുള്ള NCA നിയമനം. പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോളജി. 41/2022 കാറ്റഗറി നമ്പർ പ്രകാരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി NCA നിയമനം. ലാറ്റിൻ കാത്തലിക്സിനും ആംഗ്ലോ ഇന്ത്യൻസിനുമുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റാണ്. NCA നിയമനമാണ്. 42/2022 വിജ്ഞാപന പ്രകാരം ജൂനിയർ ഇൻസ്ട്രക്ടർ മൾട്ടിമീഡിയ ആനിമേഷൻ ആൻഡ് സ്പെഷ്യൽ ഇഫക്ട്സ് NCA ഫോർ ഈഴവ ബില്ല തീയ വിഭാഗങ്ങൾക്കുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ്. 43/2022 കാറ്റഗറി നമ്പർ പ്രകാരം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മുസ്ലിങ്ങൾക്കുള്ള NCA നിയമനമാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ പോസ്റ്റാണ്. 44/2022 കാറ്റഗറി നമ്പർ പ്രകാരം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ HN വിഭാഗങ്ങൾക്കുള്ള NCA നിയമനമാണ്. പോസ്റ്റിൻ്റെ പേര് ഡ്രൈവർ. DA കാൻഡിഡേറ്റ്സ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ.
അതായത് ഭിന്നശേഷിയുള്ളവർക്കും സ്ത്രീകൾക്കും പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതല്ല. അപ്പോൾ 1 മുതൽ 44 വരെയുള്ള 44 തസ്തികകളിലേക്കാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ യോഗ്യതയും കഴിവും പരിചയവും ഒക്കെ നോക്കി നിങ്ങൾക്ക് അനുയോജ്യമായ തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ലവണ്ണം പ്രിപ്പയർ ചെയ്യുക, ടെസ്റ്റ് അപ്പിയർ ചെയ്യുക, ഇൻ്റർവ്യൂ അപ്പിയർ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ